വിളിക്കുമ്പോ എല്ലാവരും വിളിക്കുന്നത് കൊണ്ട് ഞാനും വിളിക്കാണ് എന്ന് കരുതി വിളിക്കണ്ട. മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് വിളിച്ചോളൂ. ശരിയായ നിലക്കുള്ള തൗഹീദിന്റെ വിളിയാ വിളിക്കുന്നത്. ആശങ്കയോടെ വിളിക്കണ്ട, ഈമാന് പൂർത്തിയാകൂല. യഥാർത്ഥ വിജയം വേണോ? ഈമാന് കാമിലാകണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിജയികളുടെ ഒന്നാമത്തെ സ്വഭാവം ഈമാനാണ്. ആർക്ക് മുന്നിലും പണയപ്പെടുത്താത്ത ഈമാൻ, ഭൗതികതക്ക് മുന്നിൽ പണയപ്പെട്ടു പോകാത്ത ഈമാൻ. ഭൗതികമായ സംഗതികൾ വന്നിട്ട് നമ്മുടെ ഈമാനിനെയും ഇഖ്ലാസിനെയും കാർന്നു തിന്നാൻ വരുമ്പോ ഈമാൻ പണയപ്പെടുത്തിക്കൂടാ. ഭൗതികന്മാര് വന്നിട്ട് വല വീശിയിട്ട് ബിദ്അത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുമ്പോ ഈമാന് നഷ്ടപ്പെടുത്തിക്കൂടാ. ശരിയായ നിലക്ക് ഇൽമു സ്വീകരിക്കണം. ശരിയായ നിലക്ക് ഇൽമു സ്വീകരിച്ചുകൊണ്ട് ഈമാനിനെ ഉറപ്പുള്ള ഈമാനാക്കി മാറ്റണം. നല്ല കുറ്റിയുറപ്പുള്ള ഈമാനാക്കി മാറ്റണം. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്കല്ലേ ഒറ്റക്ക് കിടക്കുന്ന മണ്ണറയില് ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, മാർക്കിടുന്നൊരു ചോദ്യം. ഇയാൾക്ക് വിജയം കൊടുക്കണോ പരാജയക്കാരുടെ ലിസ്റ്റിൽ പെടുത്തണോ എന്ന് മാർക്കിടുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് കാണിച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഈ മഹാമനുഷ്യനെ പറ്റി, ഈ മഹാവ്യക്തിത്വത്തെ പറ്റി നിനക്കെന്ത് പറയാനുണ്ട്? ഇമാം ബുഖാരി തങ്ങൾ അടക്കമുള്ള മുഹദ്ദിസുകൾ ഉദ്ധരിച്ചില്ലേ, ഫഅമ്മൽ മുഅ്മിനു, യഥാർത്ഥ ഈമാനുള്ളവൻ. അവിടെ തന്നെ വഅമ്മൽ മൂഖിനു എന്നും കാണാം. ദൃഢവിശ്വാസി പറയും, വിശ്വാസം ഉറച്ചവൻ പറയും. എന്താണ് അവൻ പറയുന്നത്? നബിയുനല്ലദീ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ ബിഹി വത്തബഅനാ. ഇതാരാണ് എന്നാണോ ചോദിക്കുന്നത്? ഞങ്ങളെ നബിയാണിത്. ഞങ്ങൾക്ക് സുവ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളിലേക്ക് തന്ന് ആ നബിയെ ഞങ്ങൾ വിശ്വസിച്ചു, പിൻപറ്റി ജീവിച്ചു. ഞങ്ങളെ നബിയാകുന്നു. അതേ സമയത്ത് ഈ ഒരു മറുപടി അങ്ങ് കിട്ടുമ്പോഴല്ലേ മലക്കുകൾ സന്തോഷത്തോടെ ഖബറാളിയോട് പറയുന്നത്, നീ ഇങ്ങനത്തെ മറുപടി പറയുന്നൊരു മുഅ്മിനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ, ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സാഹചര്യം നേരിടുന്ന വധൂവരന്മാര്, നവദമ്പതിമാര്, അവര് കിന്നാരം പറഞ്ഞ് സന്തോഷം പറഞ്ഞ് സമയം പോകുന്നതറിയാതെ വിശ്രമിക്കും പോലെ, സന്തോഷിക്കും പോലെ നീ ഇവിടെ വിശ്രമിച്ചോ. നിനക്ക് കൂട്ടിന് നേരം പോക്കിന് കഥ പറയാൻ, നല്ലത് പറയാൻ കൂട്ടിന് ആള് വരാനുണ്ട്. സ്വാലിഹായ അമല് നല്ല രൂപത്തില് കാണാൻ, നല്ല ആനന്ദമുള്ള രൂപത്തില്, കണ്ടാൽ കണ്ണെടുക്കാത്ത ചൊറുചൊറുക്കില്, നല്ല വാസനയില്, നല്ല ഡ്രസ്സിങ്ങില് ഖബറാളിയുടെ സമീപത്ത് വന്നിട്ട് നേരം പോക്ക് നടത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അവരിതാ ഇനിയും വരാനുണ്ട്. ഈ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് പേടിക്കണ്ട കേട്ടോ. നമുക്കിവിടെ നല്ലത് പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞിട്ട് സന്തോഷം പറഞ്ഞ് തിരിച്ചുപോയ ആളാണ്. ചോദിക്കുന്ന ആളുകൾ വരും, അവര് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും, നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ ആള് വരാനുണ്ട്. നവദമ്പതിമാര് വിശ്രമിക്കും പോലെ, അവര് കിന്നാരം പറഞ്ഞ് നേരം കളയും പോലെ സുഖത്തോടെ വിശ്രമിച്ചോ.
ഇതിന്റെ ഒരു മറുപുറമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫഅമ്മൽ ഫാജിറു വഅമ്മൽ കാഫിറു, അപ്പോൾ ദുർമാർഗി, സത്യനിഷേധി, വഅമ്മൽ മുർതാബ്. അവിടെ ഹദീസിൽ ഒരു വാചകം അങ്ങനെയാണ്, സംശയത്തോടെ ജീവിച്ചവൻ. അവന് സംശയം ഏത് വാത് കേട്ടിട്ടും നീങ്ങിയിട്ടില്ല. എത്ര വലിയ ആലിം പറഞ്ഞിടത്തോടും നീങ്ങിയിട്ടില്ല, എത്ര വലിയ സയ്യിദ് പറഞ്ഞിടത്തോടും നീങ്ങിയിട്ടില്ല. ഓൻ സംശയം തന്നെ. സംശയം ആരില്ല? സംശയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച, ഇത്തിബാഅ് ചെയ്യണമെന്ന് പഠിപ്പിച്ച സ്വഹാബിമാരെ പറ്റി സംശയം. നഊദു ബില്ലാഹി മിൻ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ബഹുമാനിക്കണമെന്ന് പറഞ്ഞ സാദാത്തുക്കളെ പറ്റി സംശയം. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വിഷയത്തിലും സംശയം. സംശയരോഗിയാണ്. അമ്മൽ മുനാഫിഖൂനുണ്ട് ഹദീസിൽ. ഈ ഐറ്റംസിലൊക്കെ ഉള്ള ആളുകൾ, മുനാഫിക്കിന് നിസ്കാരല്ലേ? നിസ്കാരമുണ്ട്. നോമ്പില്ലേ? നോമ്പുണ്ട്. ഹജ്ജില്ലേ? ഹജ്ജുണ്ട്. സക്കാത്തുണ്ട്. ഈമാനില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനില്ല. ഒരു 10 സ്വലാത്തെല്ലാം വിളിച്ചു, ചുണ്ടനക്കൂല, അനക്കൂല. അവിടെ നിങ്ങൾ നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിജ്ഞയുള്ള ഒരു പാട്ട് പാടിയൊക്കെ, കുഴപ്പമുള്ള പാട്ട് എന്നല്ല, അതോ പാടും. പക്ഷെ ഒരു 10 സ്വലാത്തില് ചുണ്ടനക്കൂല. ആ ഇരുത്തായിരിക്കും. അനക്കോ ചുണ്ട്? അനക്കൂല. അവരല്ലേ സഹോദരങ്ങളെ ഏറ്റവും മഹത്തുള്ള സ്വലാത്തല്ലേ സ്വലാത്തുന്നാരിയ? സ്വലാത്തുന്നാരിയക്ക് നരകത്തുക്ക് പോകാനുള്ള സ്വലാത്ത് എന്ന് അർത്ഥം എഴുതി വെച്ചത് ലോകത്താരാ? ഹൈന്ദവരാ? ഒരിക്കലും അല്ല. അവരതിനെ ബഹുമാനിച്ചതാ. ക്രൈസ്തവരാണോ? അവരുമല്ല. മതമില്ലാത്തവരാണോ? അല്ല. മുനാഫിഖുകൾ, മുബത്തദിയുകൾ, അവരാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്. സ്വലാത്തുന്നാരിയക്ക് അങ്ങനെ അർത്ഥം പറഞ്ഞത് ആരാ ലോകത്ത്? ആരോടാ എതിർപ്പ്? ലോകത്തുള്ള മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങളും എല്ലാ മതവിഭാഗക്കാരും ബഹുമാനത്തോടെ കാണുന്ന ഒരു ദിനമാണ് റബീഉൽ അവ്വൽ 12. അല്ലേ? വലിയ ബഹുമാനല്ലേ അന്ന്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരായ ദിവസമല്ലേ? എന്തൊരു സന്തോഷമുള്ള ദിവസമാണ്, എന്തൊരു ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്തിന്റെ ബറക്കത്തും ആ സമയത്തിന്റെ ബഹുമാനവും ഒക്കെ ഇടിച്ചു താഴ്ത്തുന്ന ആൾക്കാർ ആരാ സഹോദരങ്ങളെ? ഹൈന്ദവരാണോ? അല്ല. ഒരു ബഹുമാനിക്കല. ക്രൈസ്തവരും അല്ല. മുബത്തദികൾ, മുനാഫിഖുകൾ. നേരെ ഒരു മാസം കഴിഞ്ഞാൽ കാണാം അവരെ വീട്ടിൽ കേക്ക് മുറിക്കുന്ന എന്താ? അതിന്റെ ചെറിയ മോന്റെ ബർത്ത്ഡേ എന്ന് പറയും. അപ്പൊ കണ്ടുകൂടാത്തത്, അവർക്ക് പറ്റാത്തത് ആരെ മാത്രമേ ഉള്ളൂ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ പറ്റാത്തൂ. ആ സംശയരോഗി, ആ മുനാഫിഖ്, അവനോട് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ. അവനിങ്ങനെ നോക്കിയിട്ട് ബേജാറായി പരിഭ്രമിച്ചിട്ട് അവന് പറയും, ആരാന്ന് ചോദിക്കുമ്പോ ഉത്തരം കിട്ടാതെ അവൻ പറയും, കുന്തു അഖൂലു മാ യഖൂലുൻ നാസ്. ജനങ്ങളൊക്കെ പലതും പറഞ്ഞിരുന്നു, അതേ രൂപഭാവം ഞാനും പറയുന്നു. എനിക്ക് കൃത്യമായ ആളെ അറിയൂല. മുഅ്മിനീങ്ങൾ ജീവിതത്തിൽ കാണണമെന്നില്ല ഇത് നമ്മുടെ നബിയാണെന്ന് പറയാൻ. ഈമാനും ഇത്തിബാഉം മതി. അതേ സമയത്ത് ഈമാനും ഇത്തിബാഉം ലെവലായി ഇല്ലാത്ത മുനാഫിഖ്, സംശയരോഗി, ഫാജിറായ മനുഷ്യൻ, കാഫിറായ മനുഷ്യൻ, അവനുണ്ടോ ഉത്തരം കിട്ടുന്നത്? അവന് പരിഭ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയുദ്റബു ബിമഖാമിഅ മിൻ ഹദീദ്. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടാണ് മലക്കുകൾ അവനെ അടിക്കുന്നത്. ഒരൊറ്റ അടി കിട്ടുമ്പോഴേക്ക് 7ാം ഭൂമിയിലേക്ക് പതിച്ചു പോകുന്നു. പിന്നെയും അവൻ മേലോട്ട് വരുന്നു. വീണ്ടും അവന് ശിക്ഷ തന്നെ. അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഗതിവിഗതികളും അതാ നിർണയിച്ചു പോയി. അവൻ നടന്നത് ശരിയാണോ അല്ലേ എന്ന് നിർണയം വന്നുപോയി.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ശരിയായ വിശ്വാസം കേന്ദ്രീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കാതെ ഒരു ഷഹാദത്ത് കലിമയില്ലല്ലോ. തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദ് എന്താണെന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോ വഫ്ദു അബ്ദുൽ ഖൈസിനോട് തങ്ങൾ പറഞ്ഞില്ലേ, അബ്ദുൽ ഖൈസ് നിവേദക സംഘം ഇതുപോലെ ഒരു റജബ് മാസത്തിലാണ് മുത്തുനബി തങ്ങളെ കാണാൻ വന്നത്. വന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഇത് റജബ് മാസമായതുകൊണ്ടാ ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കിടയിലും തങ്ങൾക്കിടയിലും അതാ 3 ഗോത്രക്കാരുണ്ട്. ഞങ്ങൾ മറ്റു സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് എത്തൂല, അവര് ഞങ്ങളെ തടഞ്ഞു നിർത്തും. റജബ് മാസമാകുമ്പോ പിന്നെ തടയൂലല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. ഞങ്ങളെ പിന്നിൽ ഇങ്ങോട്ട് വരാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ആദ്യം തങ്ങൾ പഠിപ്പിച്ചത്, അതെ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കണം. എന്നിട്ട് ചോദിച്ചു, അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹദാ, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടും വിശ്വസിക്കുന്നതാണ് തൗഹീദാവുക. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം തൗഹീദാകൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കണം. രണ്ട് വിശ്വാസവും കൂടുമ്പോഴേ തൗഹീദാകൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടും കൂടിയാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചാൽ തൗഹീദാകുമോ? ഇല്ലേ, ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിശ്വാസത്തിലേക്ക് എത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതല്ലേ ആദ്യം പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ച ശേഷമല്ലേ അല്ലാഹുവിന്റെ തൗഹീദും അല്ലാഹുവിന്റെ ഏകത്വവും പഠിക്കുന്നത്. അതുകൊണ്ട് ഈമാനികമായ വിഷയത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് ഒരുങ്ങാൻ പാടില്ല.